നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NLPയിൽ യൂസ് ചെയ്യുന്ന ഷിഫ്റ്റ് റെഡ്യൂസ് പാഴ്സറിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആംബിഗസ് അല്ലാത്ത ഗ്രാമറിലാണ് നമുക്ക് ഈ ഒരു പാഴ്സർ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു പാഴ്സർ യൂസ് ചെയ്ത് നമുക്ക് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കമ്പൈലർ ഡിസൈനറിൽ ഒരു ഷിഫ്റ്റ് റെഡ്യൂസ് പാഴ്സർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം അതുപോലെയൊക്കെ തന്നെ വരും, പക്ഷെ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പഠിക്കുന്നത്. So shift reduce parser for NLP. So നമ്മളിവിടെ ഒരു ചെറിയൊരു ഗ്രാമർ കൺസിഡർ ചെയ്യുവാണ്. അതിലെ ഫസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എസ് ഗിവിങ് NP VP. സെക്കൻഡ് production NP gives article noun. Third, VP gives auxiliary verb NP. Then fourth is VP gives VNP. ഈ ഒരു ഗ്രാമറിനെ ബേസ് ചെയ്ത് ഒരു ഷിഫ്റ്റ് റെഡ്യൂസ് പാഴ്സർ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, ദെൻ അതിനകത്ത് അത് യൂസ് ചെയ്തുകൊണ്ട് ഒരു സെൻറ്റൻസ് എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഷിഫ്റ്റ് റെഡ്യൂസ് പാഴ്സറിലാണെങ്കിൽ നമുക്ക് കുറേ സ്റ്റേറ്റ്സ് വരുന്നുണ്ട്, ദെൻ അതിനകത്ത് ആക്ഷൻസ് ഉണ്ട്. നമ്മൾ സാധാരണ കമ്പൈലറിൽ പഠിച്ചതുപോലെ തന്നെ ഇതിനകത്തും ഷിഫ്റ്റും റെഡ്യൂസും ആണ് അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള ഓപ്പറേഷൻസ് വരുന്നത്. ദെൻ പിന്നീട് സക്സസ് എന്ന് പറയുന്നത് പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ സക്സസ്, അതല്ലെങ്കിൽ പിന്നെ എറർ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും തന്നെയാണ് നമുക്ക് ഇവിടെയും വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ആ സ്റ്റേറ്റ്സിന് അനുസരിച്ചാണ് നമുക്ക് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് പാഴ്സിംഗ് ടേബിൾ എന്ന് നമ്മൾ കമ്പൈലറിൽ പറയും. ഇതിനകത്ത് NLPയിൽ നമ്മൾ അതിനെ ഒറാക്കിൾ എന്ന് പറയും. അതായത് ഒരു സ്റ്റേറ്റിൽ ഒരു ഇൻപുട്ട് സിമ്പൽ വന്നു കഴിഞ്ഞാൽ എന്ത് ആക്ഷൻ പെർഫോം ചെയ്യണം, എവിടേക്ക് ഗോ ടു കൊടുക്കണം എന്നുള്ളതൊക്കെ ഡിഫൈൻ ചെയ്യുന്ന ആ ഒരു ടേബിളിനെ നമ്മൾ ഒറാക്കിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു എന്താണ് സ്റ്റേറ്റ്സ് എല്ലാം ഡിഫൈൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിനെ ബേസ് ചെയ്ത് ഒരു ട്രാൻസിഷൻ ഗ്രാഫും വരയ്ക്കണം. ഇതിനെ എല്ലാം കൂടി ചേർത്ത് ആ പാഴ്സിംഗ് ടേബിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു സെൻറ്റൻസിനെ പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു ഷിഫ്റ്റ് റെഡ്യൂസ് പാഴ്സറിൽ രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റാക്ക് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. രണ്ട് സ്റ്റാക്ക് അറ്റ് എ ടൈം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് പാഴ്സർ സ്റ്റാക്കും, രണ്ടാമത്തത് ഇൻപുട്ട് സ്റ്റാക്കുമാണ്. ഇങ്ങനെ രണ്ട് സ്റ്റാക്കാണ് ഷിഫ്റ്റ് റെഡ്യൂസ് പാഴ്സറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പാഴ്സർ സ്റ്റാക്ക് എന്ന് പറയുമ്പോഴത്തേനും പാഴ്സിങ്ങിന് ആവശ്യമുള്ള സിമ്പിൾസും പാഴ്സിംഗ് സിമ്പിൾസും ദെൻ അതുപോലെ തന്നെ ഗ്രാമറിനകത്തുള്ള കുറച്ച് സിമ്പിൾസും ഒക്കെയാണ് ഈ പാഴ്സർ സ്റ്റാക്കിനകത്ത് വരുന്നത്. അതുപോലെ ഇൻപുട്ട് സ്റ്റാക്കിനകത്താണെങ്കിൽ ഇൻപുട്ട് സിമ്പിൾസും വരും, അതോടൊപ്പം തന്നെ ചില ഗ്രാമർ സിമ്പിൾസും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പാഴ്സിങ് ചെയ്യുമ്പോൾ മനസ്സിലാവും. സോ ഇത് ഇങ്ങനെ രണ്ട് സ്റ്റാക്കാണ് ഈ ഷിഫ്റ്റ് റെഡ്യൂസ് പാഴ്സർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദെൻ ഇതിനകത്തുള്ള ഓപ്പറേഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മുടെ സാധാരണ ഷിഫ്റ്റ് റെഡ്യൂസ് പാഴ്സറിനെ പോലെ തന്നെ ഷിഫ്റ്റ് ഓപ്പറേഷൻ ഉണ്ട്, ദെൻ റെഡ്യൂസ് ഓപ്പറേഷൻ ഉണ്ട്, അക്സെപ്റ്റ് ഉണ്ട്. അക്സെപ്റ്റ് നമ്മൾ സെപ്പറേറ്റ്ലി പറയുന്നില്ല, ബട്ട് ഏതും വരും. ഓക്കെ, ഓർ എറർ. സോ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്ന ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മൾ ഓരോരോ സ്റ്റേറ്റ്സ് കണ്ടുപിടിക്കുന്നത്, സ്റ്റേറ്റ്സ് ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇനിഷ്യലി നമ്മൾ S0 ആണ് നമ്മുടെ സ്റ്റേറ്റ്. ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റേറ്റ് എടുത്തു. ഈ ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൊഡക്ഷൻ എടുക്കുകയാണ്. സ്റ്റാർട്ട് സിമ്പിൾ യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ഷൻ എടുക്കുക. സോ ഇവിടുത്തെ ആ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് S ഗിവിങ് NP VP. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മളൊരു ഡോട്ട് ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, സോ ഡോട്ട് NP VP. അത് കഴിയുമ്പോൾ ഈ ഡോട്ട് കഴിഞ്ഞ് വരുന്നത് ടെർമിനൽ ആണോ നോൺ ടെർമിനൽ ആണോ എന്ന് നോക്കണം. നോൺ ടെർമിനൽ ആണെങ്കിൽ അതിൻ്റെ എല്ലാ പ്രൊഡക്ഷൻസും ലെഫ്റ്റ് സൈഡിൽ ഡോട്ട് അപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ NP എന്ന് പറയുന്നത് നോൺ ടെർമിനൽ ആണ്, അതിന് കറസ്പോണ്ടിങ് വേറെ ഒരു പ്രൊഡക്ഷൻ ഉണ്ട്. സോ വി ക്യാൻ ആഡ് ദാറ്റ് പ്രൊഡക്ഷൻ ഓൾസോ ഇൻ ദ സ്റ്റേറ്റ്. സോ ഇവിടെ ഡോട്ട് ആർട്ടിക്കിൾ നൗ. ഇനി വേറെ NPയുടെ പ്രൊഡക്ഷൻസ് ഒന്നുമില്ല.
അതുപോലെ തന്നെ ഇവിടെ ഡോട്ട് കഴിഞ്ഞ് വന്നിരിക്കുന്നത് ആർട്ട് എന്നുള്ളത് ടെർമിനലുമാണ്. അപ്പോൾ ഇവിടെ വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ഇനി അടുത്ത സ്റ്റേറ്റ് എന്ന് പറയുന്നത് S1 ആണ്. S1 എന്ന് പറയുമ്പോൾ ഇതിൽ ഈ ഡോട്ടിനെ ഒന്ന് അഡ്വാൻസ് ചെയ്യുന്നു. സോ അപ്പം ഫസ്റ്റ് പ്രൊഡക്ഷനിൽ നമ്മൾ ഡോട്ടിനെ അഡ്വാൻസ് ചെയ്യുമ്പോൾ എസ് ഗിവിങ് NP ഡോട്ട് VP കിട്ടി. ഇവിടെ VP എന്ന് പറയുന്നത് അഗൈൻ എന്താണ്, നോൺ ടെർമിനൽ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ആ NPയുടെ പ്രൊഡക്ഷൻ VPയുടെ പ്രൊഡക്ഷൻസും കൂടി നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഡോട്ട് ഇട്ട് ആഡ് ചെയ്യണം. സോ VP ഗീവ്സ് ഡോട്ട് ഓക്സ് VNP എന്നായി മാറും. ദെൻ ഇനി ഒരു പ്രൊഡക്ഷനും കൂടെ ഉണ്ട് VPക്ക്. VP ഗീവ്സ് ഡോട്ട് VNP. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്, അടുത്ത സ്റ്റേറ്റ് കിട്ടി, S1 എന്ന് പറയുന്ന സ്റ്റേറ്റ് കിട്ടി. ഇനി അതുപോലെ തന്നെ ഈ ഇതിലിപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് പ്രൊഡക്ഷനിൽ അപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് S1 കിട്ടിയത്. അപ്പോൾ അതിൽ NP ആണ് അപ്ലൈ ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത് ഈ പ്രൊഡക്ഷനിൽ ആർട്ടിക്കിൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ അതെന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്ത സ്റ്റേറ്റ് ആണ് ഡിഫൈൻ ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് NP ഗീവ്സ് ആർട്ടിക്കിൾ ഡോട്ട് N. ഓക്കെ, നമ്മൾ അതിൻ്റെ ഡോട്ടിനെ ഒന്ന് അഡ്വാൻസ് ചെയ്തു. ഈ N എന്ന് പറയുന്നത് നൗൺ ആണ്, അത് ടെർമിനൽ ആയിട്ടാണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ അപ്പോൾ അവിടെ പിന്നെ അഡ്വാൻസിങ് ഒന്നും വരുന്നില്ല, അതായത് അവിടെ വേറെ ഒന്നും തന്നെ ആഡ് ചെയ്യാനില്ല. ഓക്കെ, സോ അപ്പോൾ ഇത്രയും 3 സ്റ്റേറ്റ് ആയി, S2 ആയി. ഇനി അടുത്ത് അഡ്വാൻസ് ചെയ്യുന്നത് ഏതാണെന്ന് നോക്കുക. അപ്പം നമ്മൾ S0 കംപ്ലീറ്റ് ചെയ്ത്, S0നെ നമ്മൾ ഇത് ലെഫ്റ്റ് സിമ്പിൾ അതായത് ഡോട്ട് സിമ്പിൾ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത S1ലേക്ക് വന്നു. S1ലേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെ ഡോട്ടിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റാം. ഇവിടെ ഡോട്ട് റൈറ്റ് സൈഡിലേക്ക് മാറ്റുമ്പോൾ എന്താണ്, ഹിയർ ദ പ്രൊഡക്ഷൻ എൻഡ്സ് അല്ലേ, ആ പ്രൊഡക്ഷൻ അവിടെ തീരുവാണ്. ഡോട്ട് അഡ്വാൻസ് ചെയ്ത് കഴിയുമ്പോൾ അത് എൻഡ് ഓഫ് ദ പ്രൊഡക്ഷൻ ആവുന്നത് കൊണ്ട് നമുക്ക് ഈ സ്റ്റേറ്റിനെ, അങ്ങനെയുള്ള സ്റ്റേറ്റ്സിനെ നമ്മൾ ആ സെയിം സ്റ്റേറ്റ് ഡാഷ് ഇട്ട് കാണിക്കും. ഓക്കെ, വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സോ അപ്പം S1 ഡാഷ് ആയിട്ട് എഴുതി, അതിൻ്റെ അഡ്വാൻസ് ചെയ്ത പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, എക്സ്റ്റെൻഡ് ചെയ്ത പ്രൊഡക്ഷൻ NP VP ഡോട്ട്. ഓക്കെ, അപ്പോൾ അത്രയായി. ഇനി വീണ്ടും അടുത്ത് നമ്മൾ അഡ്വാൻസ് ചെയ്യാൻ പോകുന്നത് ഈ പ്രൊഡക്ഷനെയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റേറ്റ് ആയിട്ട് S3 എടുത്തു. S3യിൽ ഇതിനെ അഡ്വാൻസ് ചെയ്യുന്നു. VP ഗീവ്സ് ഓക്സിലറി ഡോട്ട് VNP. ഇവിടെ V എന്ന് പറയുന്നത് നമുക്ക് നോൺ ടെർമിനൽ അല്ല, ടെർമിനൽ ആണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ വേറൊന്നും ആഡ് ചെയ്യാനില്ല. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിനെ അഡ്വാൻസ് ചെയ്യണം, V ഡോട്ട് NP ആയി മാറണം. അപ്പോൾ അതിന് അടുത്ത സ്റ്റേറ്റ് എടുത്തു. അടുത്ത സ്റ്റേറ്റ് എന്ന് പറയുന്നത് VP ഗീവ്സ് V ഡോട്ട് NP. ഇവിടെ നോക്കുമ്പോൾ ഡോട്ട് കഴിഞ്ഞ് വന്നിരിക്കുന്നത് NP എന്ന് പറയുന്നത് നോൺ ടെർമിനൽ ആണ്. സോ അതുകൊണ്ട് അതിൻ്റെ പ്രൊഡക്ഷൻസിനെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഡോട്ട് ഇട്ട് ആഡ് ചെയ്യണം. NP ഗീവ്സ് ആർട്ടിക്കിൾ നൗൺ. ഓക്കെ, സോ അപ്പം S4 കിട്ടി. ഇപ്പം നമ്മൾ അഡ്വാൻസ് ചെയ്തത് ഏതായിരുന്നു, ഈ ഓക്സിലറി കഴിഞ്ഞു, ദെൻ V ഡോട്ട് NP ആണ് അഡ്വാൻസ് ചെയ്തത്. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി അടുത്തത് ഈ S2നെ അഡ്വാൻസ് ചെയ്യുന്നു. ഈ S2നെ അഡ്വാൻസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ പ്രൊഡക്ഷൻ എൻഡ് ചെയ്യുവാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് S2 ഡാഷ് എന്ന് കൊടുക്കാം. NP ഗീവ്സ് ആർട്ടിക്കിൾ നൗൺ ഡോട്ട്. ഓക്കെ, അപ്പോൾ ആ പ്രൊഡക്ഷനും കഴിഞ്ഞു. ഇനി ഇത് S1 ഡാഷ് ആണ്, അത് ഓൾറെഡി എൻഡഡ് പ്രൊഡക്ഷൻ ആണ്, അപ്പോൾ അതിലൊന്നും ചെയ്യാനില്ല. ഇനി അടുത്ത് S3നെ എക്സ്റ്റെൻഡ് ചെയ്യണം. സോ അപ്പോൾ അതെന്ന് പറയുന്ന അടുത്ത പുതിയൊരു സ്റ്റേറ്റ് ആയിട്ട് മാറും. സോ S5 എന്ന് പറയുന്നത് VP ഗീവ്സ് ഓക്സിലറി V ഡോട്ട് NP. അപ്പോൾ ഇവിടെ വീണ്ടും NP എന്ന് പറയുന്നത് നോൺ ടെർമിനൽ ആയതുകൊണ്ട് NPയുടെ പ്രൊഡക്ഷനും കൂടി ആഡ് ചെയ്യണം. സോ NP ഗീവ്സ് ഡോട്ട് ആർട്ടിക്കിൾ നൗൺ. ഓക്കെ, സോ അപ്പോൾ ഇപ്പം നമ്മൾ അഡ്വാൻസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെയാണ് അഡ്വാൻസ് ചെയ്തത്. ഇനി അടുത്തത് ഈ S4നെ അഡ്വാൻസ് ചെയ്യുന്നു. അപ്പോൾ S4നെ അഡ്വാൻസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പ്രൊഡക്ഷൻ തീരുവാണ്. അപ്പോൾ തീരുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് S4 ഡാഷ് ആയിട്ട് കാണിക്കാം. S4 ഡാഷ് കൊടുത്തിട്ട് VP ഗീവ്സ്
VNP ഡോട്ട്. ഓക്കെ, അപ്പോൾ അവിടെ ആ പ്രൊഡക്ഷൻ തീർന്നു. ഇനി അടുത്തത് അഡ്വാൻസ് ചെയ്യേണ്ടത് ആർട്ട് ഡോട്ട് എൻ ആയി മാറും. അതെന്ന് പറയുന്നത് S2 തന്നെയാണ് അല്ലേ. അപ്പോൾ പിന്നെ അത് നമ്മൾ സെപ്പറേറ്റ് എഴുതേണ്ട കാര്യമില്ല, അതുകൊണ്ട് അതിപ്പോൾ എഴുതുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞു. ഇത് ഓൾറെഡി ഫിനിഷായി. അടുത്തിനി അഡ്വാൻസ് ചെയ്യാനുള്ളത് ഈ S5നെയാണ് അഡ്വാൻസ് ചെയ്യാനുള്ളത്. അപ്പോൾ S5നെ അഡ്വാൻസ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഒരു പ്രൊഡക്ഷൻ തീരുവാണ്. അപ്പോൾ തീരുന്നത് കൊണ്ട് S5 ഡാഷ് എന്ന് എഴുതാം. S5 ഡാഷ് എന്ന് പറയുന്നത് VP gives auxiliary verb noun phrase ഡോട്ട്. ഓക്കെ, അപ്പോൾ അവിടെയും ആ പ്രൊഡക്ഷൻ തീർന്നു. ഇനി അഡ്വാൻസ് ചെയ്യാനുള്ളത് ഇതാണ്. ഇത് അഡ്വാൻസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും കിട്ടുന്നത് S2 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒന്നും ചെയ്യുന്നില്ല. ഇത് ഓൾറെഡി കഴിഞ്ഞു, ഇതും ഓൾറെഡി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റേറ്റ്സ് ആണ് നമുക്ക് നമ്മുടെ പാഴ്സറിൽ ഉള്ളത്, ഷിഫ്റ്റ് റെഡ്യൂസ് പാഴ്സറിൽ കിട്ടുന്നത് എന്ന് പറയുന്നത്. ഇനി ഈ പാഴ്സറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ട്രാൻസിഷൻ ടേബിൾ വരയ്ക്കും, ട്രാൻസിഷൻ ഗ്രാഫും വരയ്ക്കും. ഓക്കെ, അപ്പോൾ ആദ്യം ട്രാൻസിഷൻ ഗ്രാഫ് നോക്കാം. ട്രാൻസിഷൻ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ആ ഗ്രാഫിൽ നോഡായിട്ട് വരുന്നത് നമ്മുടെ ഈ സ്റ്റേറ്റ്സ് ആണ്. സോ S0 ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് S0. S0യിൽ NP അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അതായത് ഡോട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത് NP ആണ്. NP അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് പോകുന്നത് എങ്ങോട്ടേക്കാണ്? S1ലേക്കാണ്. സോ S1 ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് NP. ഓക്കെ, ദെൻ അഗെയിൻ NPയിൽ ആർട്ടിക്കിൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതെവിടെ പോകും? S2ലേക്ക് പോകും. സോ S2 ആർട്ടിക്കിൾ. ദെൻ അത് കഴിഞ്ഞിട്ട് S1ൽ NP അപ്ലൈ ചെയ്താൽ അതെവിടെയാണ് പോകുന്നത്? അല്ല, S1ൽ ഇവിടെ VP ആണ് അപ്ലൈ ചെയ്യുന്നത്. VP അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ S1 ഡാഷ് ആണ്. അപ്പോൾ ഇവിടുന്ന് നേരെ S1 ഡാഷിലേക്കാണ് പോകുന്നത്. VP ആണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ S1ൽ ഇനി ഓക്സിലറി അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്സിലറി അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് S3ലാണ് പോകുന്നത്. സോ അപ്പം S1ൽ ഓക്സിലറി എന്ന് പറയുമ്പോൾ നേരെ S3. സോ ഓക്സിലറി. ഓക്കെ, ഇനി അടുത്തത് S1ൽ V വരുന്നു. V വരുമ്പോൾ അതെവിടെ? S4ലേക്ക് പോയി. ഓക്കെ, S1ൽ V ആണെങ്കിൽ അത് S4. ഇനി അടുത്തത് S2ൽ N അപ്ലൈ ചെയ്യുമ്പോൾ, S2ൽ N ആണ് കിട്ടുന്നതെങ്കിൽ അതെങ്ങോട്ടേക്കാണ് പോകുന്നത്? S2 ഡാഷിലേക്ക് പോകുന്നു. അപ്പോൾ S2ൽ N ആണെങ്കിൽ S2 ഡാഷ്. അത് കഴിഞ്ഞിട്ട് ഇത് ഓൾറെഡി കഴിഞ്ഞു, S1 ഡാഷിൽ എത്തിക്കഴിഞ്ഞതാണ്. അപ്പോൾ അത് ഫിനിഷായ പ്രൊഡക്ഷനാണ്. അടുത്തത് VP, അതായത് S3ൽ V അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ, S3ൽ V അപ്ലൈ ചെയ്താൽ നേരെ S5ൽ. ഓക്കെ, V അപ്ലൈ ചെയ്യുമ്പോൾ S5ലേക്ക് പോകും. ദെൻ S4ൽ NP അപ്ലൈ ചെയ്യുമ്പോൾ S4 NP അപ്ലൈ ചെയ്യുന്ന സമയത്ത് S4 ഡാഷിൽ പോകും. സോ S4 ഡാഷ് ഇവിടെ NP. ഓക്കെ, ദെൻ ഇനി വീണ്ടും S4ൽ NP അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് S2ലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ S4ൽ ആർട്ടിക്കിൾ, S4ൽ ആർട്ടിക്കിളിലാണെങ്കിൽ അത് നേരെ പോകേണ്ടത് S2. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് വരയ്ക്കുവാണ്. ഇത് ആർട്ടിക്കിൾ. ദെൻ അഗെയിൻ S2 ഡാഷ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ഇവിടെ S5ൽ NP അപ്ലൈ ചെയ്യുമ്പോൾ S4 ഡാഷ്. S5ൽ NP ആണെങ്കിൽ, അല്ല സോറി, S4ൽ നമ്മൾ NP അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് S5 ഡാഷിൽ പോകും. S5ൽ NP കിട്ടിയാൽ S5 ഡാഷ്. ഓക്കെ, ദെൻ NPയിൽ ആർട്ടിക്കിൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, NPയിലല്ല S5ൽ ആർട്ടിക്കിൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പോകുന്നത് നേരെ S2ലേക്കാണ്. S5ൽ ആർട്ടിക്കിൾ ആണെങ്കിൽ S2ൽ പോയി. ഇത് ഓൾറെഡി കഴിഞ്ഞ പ്രൊഡക്ഷൻ, ഇതും കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്രാൻസിഷൻ ഗ്രാഫ് വരയ്ക്കുന്നത്.
സോ അപ്പോൾ ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒറാക്കിൾ ഉണ്ടാക്കുകയാണ്. ഒറാക്കിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ പാഴ്സിംഗ് ടേബിൾ ആണ് ഒറാക്കിൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, സോ അതിൻ്റെ ടേബിൾ എഴുതുന്ന സമയത്ത് ആദ്യം സ്റ്റേറ്റ് ഉണ്ട് ഒരു കോളം, ദെൻ ടോപ്പ് ഇൻപുട്ട് സിമ്പൽ, സ്റ്റാക്കിലുള്ള ടോപ്പ് ഇൻപുട്ട് സിമ്പൽ, അതിനെ ബേസ് ചെയ്ത് എന്ത് ആക്ഷനാണ് പെർഫോം ചെയ്യേണ്ടത്, ദെൻ ഏത് സ്റ്റേറ്റിലേക്കാണ് പോകേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ടേബിളിൽ ഉള്ളത്. സോ അപ്പോൾ ഇനിഷ്യലി നമുക്കറിയാം S0 ആണ് സ്റ്റേറ്റ് എന്നുള്ളത്, സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് S0. S0യിൽ നമുക്ക് ടോപ്പ് സിമ്പൽ ഇത് നമ്മൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് ഇത് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ട്രാൻസിഷൻ ടേബിളിനെ ട്രാൻസിഷൻ ഗ്രാഫിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മളിപ്പോൾ S0 എടുത്തു, ഇനിഷ്യൽ സ്റ്റേറ്റ് 0, അതിൽ നമുക്ക് ആർട്ടിക്കിൾ ആണ് സിമ്പിളായിട്ട് കിട്ടുന്നതെങ്കിൽ S2ലേക്ക് പോകണം. S2ലേക്ക് പോകാൻ വേണം ഷിഫ്റ്റ് ചെയ്യുകയും വേണം. ഓക്കെ, അപ്പോൾ ഈ ഓരോ എഡ്ജിലും നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഷിഫ്റ്റിംഗ് പ്രോസസ്സാണ്. ദെൻ എപ്പോഴാണോ ഈ ഡാഷ് ഉള്ള സ്റ്റേറ്റിൽ എത്തുന്നത്, ഓക്കെ, ഈ ഡാഷ് ഉള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് അറിയാം, നമ്മൾ അത് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും പ്രൊഡക്ഷൻ തീരുന്ന സ്റ്റേറ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നടക്കേണ്ട ഓപ്പറേഷൻ ആക്ഷൻ എന്ന് പറയുന്നത് റിഡക്ഷൻ ആണ്. അപ്പോൾ ഏത് പ്രൊഡക്ഷനാണോ അവിടെ തീരുന്നത് ആ പ്രൊഡക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ആ ടോപ്പ്, അതായത് സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള ആ ഒരു കംപ്ലീറ്റ് എന്താ ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ഓപ്പറേഷൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ടേബിൾ എഴുതാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു ഫിഗറും കൂടി ഒന്ന് റെഫർ ചെയ്യുക. S0യിൽ ഇപ്പോൾ ആദ്യം നമുക്ക് അപ്ലൈ ചെയ്ത് കിട്ടിയത് NP ആണെന്ന് വിചാരിക്കുക. NPയോ ആർട്ടിക്കിളോ ഏത് വേണമെങ്കിലും നമുക്ക് എഴുതാം. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ആർട്ടിക്കിൾ എഴുതുന്നു. ആർട്ടിക്കിൾ, അപ്പോൾ അതിനകത്ത് ആക്ഷൻ വരേണ്ടത് ഷിഫ്റ്റ് ആക്ഷനാണ് വരേണ്ടത്. ഷിഫ്റ്റ് ചെയ്തിട്ട് അത് പോകുന്നത് എങ്ങോട്ടേക്കാണ്? S1ലേക്കാണ് പോകുന്നത്. ഓക്കെ, S1ലേക്ക് പോകുന്നു. ദെൻ വീണ്ടും S0യിൽ അടുത്ത എഡ്ജ് നോക്കുക. അടുത്ത എഡ്ജ് എന്ന് പറയുന്നത് S0ക്ക് NP ആണ് വരുന്നത്. NP വരുമ്പോഴും ഷിഫ്റ്റ് ഓപ്പറേഷൻ തന്നെയാണ് വരുന്നത്. സോ അവിടെയും പോകുന്നത് എങ്ങോട്ടേക്കാണ്? NP വരുമ്പോൾ അത് S2ലേക്കാണ് പോകുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഒരു 2 എൻട്രി S0ക്ക് അഡീഷണൽ കൊടുക്കുന്നുണ്ട്. S0യിൽ ആർട്ടിക്കിൾ S2. ഓക്കെ, സോറി. ആർട്ടിക്കിൾ കൊടുത്തപ്പോൾ S2ൽ പോയി, NP കൊടുത്തപ്പോൾ S1ൽ പോയി അല്ലേ? തിരിച്ചാണ് വന്നത്. ഓക്കെ, ഇനി അടുത്തത് S0യിൽ നമ്മൾ ഇവിടെ 2 എണ്ണം അഡീഷണൽ കൊടുക്കുന്നുണ്ട്. അതായത് ഇനിഷ്യൽ സ്റ്റേറ്റിൽ നമ്മൾ നിൽക്കുവാണ്, അതോടൊപ്പം നമുക്ക് സ്റ്റാർട്ട് സിമ്പൽ ആണ് അത് നമ്മുടെ ടോപ്പിൽ വരുന്നതെങ്കിൽ അവിടുത്തെ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിഫ്റ്റ് ചെയ്തിട്ട് S0' പോവുക എന്നുള്ളതാണ്. ശരിക്കും S0' ആണ് നമ്മുടെ അക്സെപ്റ്റൻസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ അപ്പം ആ അക്സെപ്റ്റൻസ് സ്റ്റേറ്റിലേക്ക് പോകുന്നത് എപ്പോഴാണ്? സ്റ്റേറ്റ് S0യിലും ആയിരിക്കണം, ടോപ്പ് ഇൻപുട്ട് സ്റ്റാക്കിൽ എസ്സും ആയിരിക്കണം, സ്റ്റാർട്ട് സിമ്പലും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഷിഫ്റ്റ് ചെയ്തിട്ട് S0' പോകണം. ദെൻ S0' എപ്സിലോൺ മേടിച്ചുകൊണ്ട് അത് സക്സീഡ് ചെയ്യും. അവിടെ ഗോ ടു ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇത് രണ്ടും നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന 2 എൻട്രീസ് ആണ്. അത് നമ്മുടെ അക്സെപ്റ്റൻസിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ ഇനി ബാക്കി വരുന്നതെന്ന് പറഞ്ഞാൽ ഇനി അടുത്ത സ്റ്റേറ്റ് S1 ആണ്. S1 സ്റ്റേറ്റിൽ നമ്മൾ വി പി മേടിച്ചാൽ അത് പോകുന്നത് ഷിഫ്റ്റ് ചെയ്യുക, ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം S1ലേക്ക് പോകുന്നു. ഓക്കെ, ദെൻ അഗെയിൻ S1' നമ്മൾ പോകുന്നത്. വി പി മേടിച്ചു കഴിഞ്ഞാൽ S1' പോകുന്നത്. ഓക്കെ, S1' പോയി. ഇനി അടുത്ത S1ൽ വീണ്ടും V ആണ് കിട്ടുന്നതെങ്കിൽ അത് S4ലേക്ക് പോകുന്നു, ഷിഫ്റ്റ് ചെയ്തിട്ട് S4ലേക്ക് പോകുന്നു.
ഓക്കെ. ഇനി അടുത്തത് S1 ആണ് വരുന്നതെങ്കിൽ വിത്തൗട്ട്, അതായത് ടോപ്പ് സിമ്പിൾ എന്ത് തന്നെ ആയാലും നമ്മൾ അവിടെ റെഡ്യൂസ് ഓപ്പറേഷൻ ആണ് അപ്ലൈ ചെയ്യുന്നത്. S1 ഏത് പ്രൊഡക്ഷൻ ആണ് തീർന്നതെന്ന് നോക്കുക. ആ തീർന്ന പ്രൊഡക്ഷൻ്റെ നമ്പർ യൂസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇവിടെ തീർന്നിരിക്കുന്നത് എസ് ഗിവിങ് എൻ പി വി പി എന്നുള്ള പ്രൊഡക്ഷൻ ആണ്. അത് ഫസ്റ്റ് പ്രൊഡക്ഷൻ ആണ്. സോ റെഡ്യൂസ് ബൈ 1, റൂൾ നമ്പർ 1 വെച്ച് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. ദെൻ വേറെങ്ങും പോകണ്ട. ഓക്കെ. ദെൻ അടുത്തത്, അപ്പോൾ S1 കഴിഞ്ഞു, S1 കഴിഞ്ഞു. ഓ, വീണ്ടും തെറ്റിയോ? ആ ശരി, അത് വിട്ടുപോയി. ഓക്കെ ഓക്കെ, അതിപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കാം. S1 ഓക്സിലറി വന്നു കഴിഞ്ഞാൽ ഷിഫ്റ്റ് ചെയ്യണം. ദെൻ S3 പോകണം. ഓക്കെ. അപ്പോൾ S1 ആയി. S1 അപ്പം 3 ഔട്ട്വേർഡ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് 3 ആയി. ഓക്കെ. ഇനി അടുത്തത് S2 എടുക്കാം. S2 ഒരെണ്ണമാണ് ഔട്ടിലേക്ക് പോകുന്നത്, അതായത് S2N. N കിട്ടുവാണെങ്കിൽ ഷിഫ്റ്റ് ചെയ്തിട്ട് അത് S2 പോകുന്നു. അപ്പോൾ ഇനി S2 നോക്കാം. S2 വന്നു കഴിഞ്ഞാൽ അവിടെ ടോപ്പ് സിമ്പിൾ എന്ത് തന്നെ ആയാലും നമുക്കവിടെ റിഡക്ഷൻ ആണ് വരുന്നത്. സോ റെഡ്യൂസ് ബൈ S2 നമുക്ക് തീരുന്ന പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ NP gives ആർട്ടിക്കിൾ നൗൺ, അതായത് നമ്മുടെ രണ്ടാമത്തെ പ്രൊഡക്ഷൻ. സോ റെഡ്യൂസ് ബൈ 2. അവിടെ ഗോ ടു ഒന്നും തന്നെ വരത്തില്ല. ഓക്കെ. ദെൻ അഗെയിൻ S2 കഴിഞ്ഞു. ഇനി അടുത്ത് വരേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S2 കഴിഞ്ഞു, S2 കഴിഞ്ഞു. ഇനി S3 ഒരു ഔട്ട്വേർഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ S3 ഏതാണ് ഔട്ട് വരുന്നത്? V ആണ് വരുന്നത്. S3 V വന്നാൽ S5 പോകുന്നത്. ഷിഫ്റ്റ് ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ S3 കഴിഞ്ഞു. ഇനി S4 നോക്കിയാൽ 2 ഔട്ട്വേർഡ് എഡ്ജ് ഉണ്ട്. സോ അപ്പോൾ S4 NP ആണെങ്കിൽ ഷിഫ്റ്റ് ചെയ്തിട്ട് S4 പോകണം. അതുപോലെ S4 ആർട്ടിക്കിൾ ആണെങ്കിൽ ഷിഫ്റ്റ് ചെയ്തിട്ട് S2 പോകണം. ദെൻ അപ്പോൾ S4 കംപ്ലീറ്റ് ആയി. ഇനി S4 നമുക്കിവിടെ എന്താണ്, ടോപ്പ് സിമ്പിൾ എന്തെങ്കിലും ആയിക്കോട്ടെ, റെഡ്യൂസ് ബൈ S4 തീരുന്ന പ്രൊഡക്ഷൻ VP gives VNP ആണ്. അതെന്ന് പറയുന്നത് ഫോർത്ത് പ്രൊഡക്ഷൻ ആണ്. സോ ഫോർത്ത് പ്രൊഡക്ഷൻ യൂസ് ചെയ്യുക. പോകേണ്ട സ്റ്റേറ്റ് ഒന്നും ഇല്ല. ദെൻ അഗെയിൻ അടുത്തത് S5 ഒരു എഡ്ജേ വരുന്നുള്ളൂ. NP ആണ്, അല്ല രണ്ടെണ്ണം വരുന്നുണ്ട് S5. NP ഉണ്ട്, ആർട്ടിക്കിളും ഉണ്ട്. അപ്പോൾ ആദ്യം NP എടുത്തു. NP എടുത്തിട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് S5 NP ആണെങ്കിൽ S5 പോകേണ്ടത്. അടുത്ത് വീണ്ടും S5 ആർട്ടിക്കിൾ ആണ് വരുന്നതെങ്കിൽ ഷിഫ്റ്റ് ചെയ്തിട്ട് S2 പോകണം. ദെൻ അഗെയിൻ S5 ഇതൊന്നും ഇല്ലാതെ തന്നെ റെഡ്യൂസ് ബൈ S5 തീരുന്ന പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 3. സോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഒറാക്കിൾ എഴുതുന്നത്. അപ്പോൾ ഇതിനെ ഒറാക്കിൾ എന്നാണ് പറയുന്നത്, ഈ ഒരു പാഴ്സിംഗ് ടേബിളിനെ. ഇനി നമുക്കൊരു സെൻറ്റൻസ് നോക്കാം.
the man ate the carrot. ഇതാണ് നമ്മൾ പാഴ്സ് ചെയ്യാൻ പോകുന്ന സെൻറ്റൻസ്. The man ate the carrot. സോ അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് സ്റ്റാക്കാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഒന്ന് പാഴ്സ് സ്റ്റാക്ക്, രണ്ടാമത് ഇൻപുട്ട് സ്റ്റാക്ക്. സോ അപ്പോൾ പാഴ്സിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനിഷ്യൽ സ്റ്റേറ്റിൽ നിന്നാണ്. ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് S0 ആണ് നമ്മുടെ ഇനിഷ്യൽ സ്റ്റേറ്റ്. ദെൻ ഇൻപുട്ടിലേക്ക് നമ്മുടെ ഈ ഹോൾ സെൻറ്റൻസ് ആഡ് ചെയ്യുന്നു. The man ate the carrot. ഹോൾ സെൻറ്റൻസ് ആഡ് ചെയ്തു. ഓക്കെ, ആഡ് ചെയ്തതിന് ശേഷം ഇൻപുട്ട് സ്റ്റാക്കിൽ S0 ആണ് ഇവിടെ അല്ലേ. ഈ S0 നമ്മുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ്. ഇവിടെ ഇൻപുട്ട് സ്റ്റാക്കിൽ ആദ്യത്തെ വേർഡ് എടുക്കുക. ആദ്യത്തെ വേർഡ് എന്താണ്? ദി ആണ്. അതെന്ന് പറയുന്നത് ആർട്ടിക്കിൾ ക്ലാസ്സിൽ വരുന്നതാണെന്നുള്ളതും അറിയാം. ഓക്കെ, സോ അപ്പോൾ S0 ആർട്ടിക്കിൾ. നമുക്ക് ഇവിടെ ടേബിൾ നോക്കുമ്പോൾ S0 ആർട്ടിക്കിൾ ആണെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുക, S2ലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ S0 അവിടെ നിൽക്കുന്നു. ഇത് ആർട്ടിക്കിൾ ആണ്. ആ ആർട്ടിക്കിളിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. ദെൻ പോകുന്നത് S2ലേക്ക് പോയി. അടുത്ത ഇൻപുട്ട് സ്റ്റാക്ക് ബാക്കിയാണ് വരുന്നത്. ദി പോയി, മാൻ ഏറ്റ് ദ ക്യാരറ്റ്. അതാണ് ബാക്കി ഇൻപുട്ട് സെൻറ്റൻസ്. ഓക്കെ, ഇനി അടുത്തത് ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിലുള്ളത് S2 ആണുള്ളത്. S2 മാൻ. S2 മാൻ എന്നുള്ളത് നമുക്ക് എന്താണ്? മാൻ നൗൺ ആണ്. ഓക്കെ, അപ്പോൾ S2 N എന്താണെന്ന് നോക്കുക. S2 N ആണ് എങ്കിൽ ഷിഫ്റ്റ് ചെയ്തിട്ട് S2 ഡാഷിലേക്ക് പോകണം. അപ്പോൾ S2 ഡാഷിലാണ് വരേണ്ടത്. നൗൺ ആണ്. നൗൺ ഇങ്ങോട്ടേക്ക് വന്നു. ബാക്കി അത് അതുപോലെ തന്നെ അവിടെ റിട്ടൈൻ ചെയ്യുന്നു. സോ അപ്പോൾ ഇവിടുന്ന് മാൻ പോയി ate the carrot എന്നായി മാറി. സോ ഇപ്പം നമ്മൾ നിൽക്കുന്നത് S2 ഡാഷിലാണ്. അപ്പോൾ S2 ഡാഷിൻ്റെ കറസ്പോണ്ടിങ് എൻട്രി എന്താണെന്ന് നോക്കുക. S2 ഡാഷിൽ ടോപ്പ് ഇൻപുട്ട് എന്ത് തന്നെ ആയാലും നമുക്ക് എന്താണ്? റെഡ്യൂസ് ബൈ 2. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പ്രൊഡക്ഷൻ വെച്ച് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ രണ്ടാമത്തെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് NP ഗിവ്സ് ആർട്ടിക്കിൾ N ആണ്. അപ്പോൾ ഇത്രയും പോർഷനെ നമ്മൾ റീപ്ലേസ് ചെയ്യും. ആർട്ടിക്കിൾ വരെയുള്ളത് റീപ്ലേസ് ചെയ്യും. റീപ്ലേസ് ചെയ്യാൻ മീൻസ് എന്താക്കി മാറ്റുന്നു? NP ആയി മാറണം അല്ലേ. സോ ആ NP നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഇൻപുട്ട് സ്റ്റാക്കിലാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഇൻപുട്ട് സ്റ്റാക്കിൽ NP ate the carrot എന്നായി മാറും. ഇവിടെ ഇത് ഇത്രയും പോയാണ് NP ഇവിടെ വന്നത്. സോ S0 ആയി മാറും. ബാക്കിയുള്ള സിമ്പിളായി മാറും. ഇനി അഗെയിൻ ടോപ്പിൽ S0യും ഇൻപുട്ടിൽ NP ആണ്. അപ്പോൾ S0 NPയുടെ എൻട്രി നോക്കുക. സോ ഷിഫ്റ്റ് ചെയ്യുക, S1ലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ ഈ NPയെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഷിഫ്റ്റ് ചെയ്യുമ്പോൾ S0 അവിടെ നിൽക്കുന്നു. NP വന്നു. ദെൻ ഷിഫ്റ്റ് ചെയ്തിട്ട് എങ്ങോട്ടേക്ക് പോകണം? S1ലേക്ക് പോകണം. അപ്പോൾ ഇതാണ് അടുത്ത പാഴ്സ് ട്രാക്കിൽ വരുന്നത്. അപ്പോൾ ഇവിടുന്ന് NP പോയി കഴിഞ്ഞു. സോ ate the carrot എന്നായി മാറി. ഇനി അടുത്ത് S1 8. S1 8 എന്ന് പറയുന്നത് വെർബാണ് അല്ലേ. സോ അപ്പം വെർബ് ആയതുകൊണ്ട് S1 വെർബ്. സോ ഷിഫ്റ്റ് ചെയ്ത് S4ലേക്ക് പോവുക. സോ S4ൽ വന്നു. വെർബാണ് ഷിഫ്റ്റ് ചെയ്തത്. ബാക്കി ഇവിടെ ഉണ്ടായിരുന്നത് S1 NP S0. അപ്പോൾ ഈ വെർബ് ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ബാക്കി the carrot എന്നായി മാറി. ഇനി അടുത്തത് S4 ആണ്. അപ്പോൾ S4 ടോപ്പിൽ ദ ആണ്. ദ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ആണെന്നറിയാം. സോ അപ്പോൾ S4ൽ ആർട്ടിക്കിൾ. S4 ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഷിഫ്റ്റ് ചെയ്തിട്ട് S2ലേക്ക് പോവുക. സോ അപ്പം ഷിഫ്റ്റ് ചെയ്യുന്നത് ആർട്ടിക്കിളിനെ ഷിഫ്റ്റ് ചെയ്യും. S2ലേക്ക് പോകണം. S2 ആർട്ടിക്കിൾ S4 V S1 NP S0. സോ ഇവിടുന്ന് ആർട്ടിക്കിൾ പോയി, ദ പോയി. അപ്പോൾ ബാക്കി വരുന്നത് ക്യാരറ്റ്. ഓക്കെ, ഇനി അടുത്ത് വീണ്ടും S2 ക്യാരറ്റ്.
S2 ക്യാരറ്റ് ആയിട്ട് മാറുന്നു. ക്യാരറ്റ് എന്ന് പറയുന്നത് നമുക്കതിനെ നൗൺ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ അപ്പം S2 നൗൺ എന്ന് പറയുമ്പോൾ ഷിഫ്റ്റ് ചെയ്തിട്ട് S2 ഡാഷിലേക്ക് പോകണം. അപ്പോൾ S2 ഡാഷ് നൗണ്, S2 ആർട്ടിക്കിൾ, S4 V, S1 NP, S0. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പം ക്യാരറ്റും പോയി കഴിഞ്ഞു, ഒന്നുമില്ല, അത് നിൽക്കുകയാണ്. ഇനി ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് S2 ഡാഷിലാണ് എത്തിയത്. ഓക്കെ, S2 ഡാഷിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി S2 ഡാഷിൽ എന്താണ് എൻട്രി വരുന്നത് നോക്കുക. S2 ഡാഷിൽ റെഡ്യൂസ് ബൈ 2 ആണ് വരുന്നത്. സോ അപ്പം 2 എന്ന് പറയുന്നത് ആർട്ടിക്കിൾ N എന്നുള്ളതാണ് 2 പ്രൊഡക്ഷനിൽ വരുന്നത്. അതായത് NP ഗിവ്സ് ആർട്ടിക്കിൾ N. അപ്പോൾ ഇത്രയും പോർഷൻ എന്നും ആർട്ടിക്കിളും ചേരുന്ന ഇത്രയും പോർഷനെ നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റണം? റെഡ്യൂസ് ചെയ്ത് ഇൻപുട്ട് സ്റ്റാക്കിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് NP കിട്ടും. ഇവിടെ ബാക്കിയുള്ള കേസസ് S4 V, S1 NP, S0. ദെൻ ഇപ്പോൾ ടോപ്പിൽ S4 NP ആണ് വന്നേക്കുന്നത്. അപ്പോൾ S4 NP എന്താണെന്ന് നോക്കുക. S4 NP എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് ചെയ്യുക, S4 ഡാഷിലേക്ക് പോവുക. സോ അപ്പം NPനെ ഷിഫ്റ്റ് ചെയ്തിട്ട് S4 ഡാഷ് NP, S4 V, S1 NP, S0. സോ ഇവിടെ വീണ്ടും ഇൻപുട്ടിൽ ഒന്നുമില്ലാത്ത നിൽക്കുകയാണ്. ഇനി S4 ഡാഷിലാണ് എത്തുന്നതെങ്കിൽ റെഡ്യൂസ് ബൈ 4. സോ VP ഗീവ്സ് VNP. അപ്പോൾ ഇതാണ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനുള്ളത്. VP ഗീവ്സ് VNP. അപ്പോൾ ഇവിടെ നമ്മൾ VP ആഡ് ചെയ്തു ഇൻപുട്ടിലേക്ക്. ദെൻ ഇവിടെ ബാക്കിയുള്ളത് S1 NP, S0. സോ ഇനി അടുത്ത് S1 VP. S1 VP എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് ചെയ്തിട്ട് S1 ഡാഷിലേക്ക് പോവുക. സോ S1 ഡാഷ് ഷിഫ്റ്റ് S1 ഡാഷിലേക്ക് VP ഷിഫ്റ്റ് ചെയ്തു, S1 NP, S0. ഓക്കെ, അപ്പോൾ ഇവിടെ വീണ്ടും ഒന്നുമില്ല. ഇനി S1 ഡാഷിൽ നമ്മൾ എത്തി. S1 ഡാഷിൽ എത്തിക്കഴിയുമ്പോഴത്തേനും അതിൻ്റെ കറസ്പോണ്ടിങ് പറയുന്നത് റെഡ്യൂസ് ബൈ 1, വിച്ച് ഇസ് S ഗീവ്സ് NP VP. അപ്പോൾ ഇത്രയും പോർഷനെ നമുക്ക് എന്താക്കി മാറ്റാം? S ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ റെഡ്യൂസ് ചെയ്ത് നമ്മൾ ഇൻപുട്ടിലേക്ക് Sനെ ആഡ് ചെയ്തു. ഇവിടെ ബാക്കി വരുന്നത് S0. സോ ഇനി ടോപ്പിൽ S0 S ആണ്. S0 S വാങ്ങിയാൽ S0 ഡാഷിൽ പോകണം, ഷിഫ്റ്റ് ചെയ്തിട്ട് S0 ഡാഷിലേക്ക് പോവുക. സോ അപ്പം S0 ഡാഷ് S0. ഇവിടെ ഒന്നുമില്ല. സോ ഇനി S0 ഡാഷിലെത്തി. S0 ഡാഷിൽ പറയുന്നത് എന്താണ്? S0യും ടോപ്പ് ഇൻപുട്ട് സിമ്പൽ എപ്സിലോണോ അല്ലെങ്കിൽ അവിടെ നള്ളോ ആണെങ്കിൽ സക്സീഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ S0 ഡാഷ് ആണ്, ഇവിടെ നമുക്ക് ഒന്നും തന്നെ ഇല്ല. സോ സക്സീഡ്. പാഴ്സിംഗ് സക്സസ്ഫുൾ. ഒരു ഷിഫ്റ്റ് റെഡ്യൂസ് പാഴ്സർ നമ്മൾ യൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചില സെൻറ്റൻസുകളൊക്കെ ആംബിഗിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സെൻറ്റൻസുകളായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ടെക്സ്റ്റിനകത്ത് ഒരു സെൻറ്റൻസ് തന്നിരിക്കുന്നതാണ്, ദ റിഫ്റ്റ് ഫ്ലോട്ടഡ് ഡൗൺ ഇൻ ദ റിവർ സാങ്ക് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു സെൻറ്റൻസ് നമ്മൾ വായിക്കുമ്പോൾ തുടക്കത്തിൽ നമ്മൾ വായിച്ചു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ങാടം റിവറിലൂടെ ഫ്ലോട്ട് ചെയ്ത് പോകുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ വായിച്ചു വരുന്നത്. വായിച്ചു വന്ന അവസാനം സാങ്ക് എന്നുള്ള ആ ഒരു വേർഡ് എത്തുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് മുങ്ങിപ്പോയി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന ചില സെൻറ്റൻസുകൾ നമ്മുടെ നാച്ചുറൽ ലാംഗ്വേജിൽ വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള സെൻറ്റൻസുകൾ ആംബിഗിറ്റി പ്രൊവൈഡ് ചെയ്യും. അതായത് ശരിക്കും പറഞ്ഞാൽ അവിടെ വരെ പോയിട്ട് ലാസ്റ്റ് വരെ പോയതിന് ശേഷം നമ്മൾ അതിനെ ബാക്ക് ട്രാക്ക് ചെയ്ത് തിരിച്ചു വരേണ്ട ഒരു സിറ്റുവേഷനാണ് അതെന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമുക്ക് ഷിഫ്റ്റ് റെഡ്യൂസ് പാഴ്സർ യൂസ് ചെയ്ത് അവോയ്ഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. സോ അപ്പോൾ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട്
നമ്മൾ ഷിഫ്റ്റ് റെഡ്യൂസ് പാഴ്സർ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ആ ഒരു പോസിബിലിറ്റിയിലേക്ക് പോവില്ല എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ഈ ഷിഫ്റ്റ് റെഡ്യൂസ് പാഴ്സർ കൊണ്ടുള്ള അഡ്വാൻറ്റേജ്. അപ്പോൾ ഏത് സെൻറ്റൻസ് അല്ലെങ്കിൽ ഏത് ഗ്രാമർ തന്നാലും നമുക്ക് ഷിഫ്റ്റ് റെഡ്യൂസ് പാഴ്സർ കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിനെ ആ ഒരു സെൻറ്റൻസിനെ പ്രോസസ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇതേപോലെ തന്നെയായിരിക്കും ഇൻ കേസ് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അങ്ങനെ ആ ഒരു രീതിയിലായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെയാണ് ചെയ്യേണ്ടത്. ആദ്യം അതിൻ്റെ സ്റ്റേറ്റ്സ് എല്ലാം ഡിഫൈൻ ചെയ്യുക, ദെൻ അതിൻ്റെ ട്രാൻസിഷൻ ഗ്രാഫ് വരയ്ക്കുക, ദെൻ അതിൻ്റെ ആ ടേബിൾ വരയ്ക്കുക. ആ ടേബിളിനെ ഒറാക്കിൾ എന്നാണ് പറയുന്നത്. അപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ പ്രിപ്പയർ ദ ഒറാക്കിൾ എന്നോ അല്ലെങ്കിൽ കൺസ്ട്രക്ട് ഒറാക്കിൾ എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ടേം എടുത്ത് പറയുന്നത്. ഇവിടെ പാഴ്സിംഗ് ടേബിൾ എന്നല്ല പറയുന്നത്, ഒറാക്കിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ വരും. ദെൻ പ്രോസസ്സിംഗ് വരുമ്പോഴത്തേനും പാഴ്സ് സ്റ്റാക്കും കാണിക്കണം, ഇൻപുട്ട് സ്റ്റാക്ക്, രണ്ട് സ്റ്റാക്കും കാണിച്ചുകൊണ്ട്